അപ്പർ അസമിൽ പ്രളയക്കെടുതി തുടരുന്നതിനിടെ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ ചറൈദേവ്, ശിവസാഗർ ജില്ലകളിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. മാധ്യമങ്ങളിൽ കാണുന്നതിനേക്കാൾ അതീവ ഗുരുതരമാണ് പ്രളയബാധിത പ്രദേശങ്ങളിലെ യാഥാർത്ഥ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തബാധിതരെ കൈവിടില്ലെന്നും ദുരിതാശ്വാസത്തിനും സമ്പൂർണ്ണ പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സർവ്വ സജ്ജീകരണങ്ങളും ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അസമിലെ പ്രളയബാധിതർക്ക് ആശ്വാസവും ആത്മവിശ്വാസവും പകർന്ന മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നേരിട്ട് കളത്തിലിറങ്ങി. റോഡുകളും പാലങ്ങളും തകർന്ന ചറൈദേവിലും സമീപ പ്രദേശങ്ങളിലും ട്രാക്ടറിൽ സഞ്ചരിച്ചാണ് മുഖ്യമന്ത്രി ദുരന്തത്തിന്റെ ആഴമളന്നത്. വെള്ളപ്പൊക്കത്തിൽ വീടുകളും കൃഷിയും കന്നുകാലികളും നഷ്ടപ്പെട്ട ഗ്രാമീണരുടെ സങ്കടങ്ങൾ കേട്ടറിഞ്ഞ അദ്ദേഹം സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി. മാധ്യമങ്ങളിൽ കാണുന്ന ചിത്രങ്ങളെക്കാൾ അതീവ ഗുരുതരമാണ് പ്രളയബാധിത പ്രദേശങ്ങളിലെ യാഥാർത്ഥ്യമെന്ന് मुख्यमंत्री व्यक्तमाकी। बाढ़ का सिचुएशन काफी गंभीर है। आज मैंने सरायदेव जिला में आके बाढ़ का स्थिति का जायजा लिया। काफी गंभीर है। भारत सरकार, असम सरकार मिल के लोगों को मदद करने के लिए हम लोग पूरी प्रयास करेंगे। വെറും വാക്കുകളിൽ ഒതുങ്ങാതെ പ്രളയബാധിതരായ 75,000-ലധികം കുടുംബങ്ങൾക്ക് 15,000 രൂപ വീതം നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്ന 112 കോടി രൂപയുടെ അടിയന്തര സാമ്പത്തിക പാക്കേജിനും സർക്കാർ തുടക്കമിട്ടു. തുടർന്ന് സ്കൂളുകൾക്കും അംഗനവാടികൾക്കും പ്രത്യേക ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേവലം ആശ്വാസ സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിലുപരി പൂർണ്ണമായി തകർന്ന ഗ്രാമങ്ങൾ പുനർനിർമ്മിക്കുവാനുള്ള വലിയ പദ്ധതികൾക്കാണ് സർക്കാർ രൂപം നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും പൂർണ്ണ പിന്തുണയോടെ അസം പ്രളയ ദുരിതത്തെ അതിജീവിക്കുകയാണ്. തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. പ്രളയക്കെടുതി നേരിടുന്ന അസമിലെ ഓരോ പൗരനെയും സുരക്ഷിത കരങ്ങളിൽ എത്തിക്കുമെന്ന ദൃഢനിശ്ചയമാണ് അസം സർക്കാരിൻ്റേത്. ജനം, ഡൽഹി.